കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ സംഘടനാരഹിതരായ മുസ്ലിങ്ങളാണ്. രാവിലെ സുന്നിയും ഉച്ചയ്ക്ക് മുജാഹിദും വൈകുന്നേരം ജമാഅത്ത് ഇസ്ലാമിയും നേരെ തിരിച്ചും ഇങ്ങനെയൊക്കെ ആകുന്ന ആളുകളാണ്. ഈ ജമാഅത്ത് ഇസ്ലാമിയെ ചീത്ത പറഞ്ഞാൽ മറ്റ് മുസ്ലിം സംഘടനകളുടെ വോട്ട് കിട്ടുമെന്നുള്ളത് അതൊരു 10-15 വർഷം മുമ്പാണെങ്കിൽ ശരിയായിരുന്നു. അത് ആ നിലക്കുള്ള സംഘടനാ വൈരം കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ 2014 ശേഷം മുസ്ലിങ്ങൾക്കിടയിലുള്ള അവരുടെ ഇൻറ്റേർണൽ ഡൈനാമിക്സ് മാറിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം മനസ്സിലാക്കിയിട്ടില്ല, ന്യൂസ് റൂമുകൾ മനസ്സിലാക്കിയിട്ടില്ല. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയുടെ ഇൻറ്റേർണൽ ഡൈനാമിക്സ് അത് മാറിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയ സംഘടന ഇതാണ്, ആ സംഘടന ഇത്രയാണ്, ഈ സംഘടന ഇത്രയാണെന്ന് പറയും. അതൊരിക്കലും ശരിയല്ല. കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ സംഘടനാരഹിതരായ മുസ്ലിങ്ങളാണ്. രാവിലെ സുന്നിയും ഉച്ചയ്ക്ക് മുജാഹിദും വൈകുന്നേരം ജമാഅത്ത് ഇസ്ലാമിയും നേരെ തിരിച്ചും ഇങ്ങനെയൊക്കെ ആകുന്ന ആളുകളാണ്. അവർ കുട്ടികളെ മതം പഠിപ്പിക്കാൻ സുന്നികളുടെ മദ്രസയിൽ അയക്കും. ഉച്ചയ്ക്ക് മുജാഹിദുകാരുടെ പള്ളിയിലായിരിക്കും പോകുന്നുണ്ടാവുക, ജമാഅത്തുകാരുടെ പ്രസിദ്ധീകരണമായിരിക്കും വായിക്കുന്നുണ്ടാവുക, അവർ സെക്യുലർ എഡ്യൂക്കേഷൻ MES ആയിരിക്കും സമീപിക്കുന്നുണ്ടാവുക, അവർ വോട്ട് ചെയ്യുന്നത് മുസ്ലിം ലീഗിനായിരിക്കും. ഇങ്ങനെ തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയുടെ ഒരു കേന്ദ്രീകൃത കമാൻഡിന് കീഴിൽ കഴിയുന്ന കുറേ കൂട്ടങ്ങളല്ല, കുറേ കമ്പാർട്ട്മെൻറ്റുകളല്ല മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതിന് ഇത്തരം കമ്പാർട്ട്മെൻ്റലൈസേഷനെ അതിനെ മറികടന്ന അതാണ് ഈ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയൊരു പോർഷൻ എന്ന് പറയുന്നത്. ഈ നിലക്ക് മുസ്ലിം സമൂഹത്തിൻ്റെ ഇൻറ്റേർണൽ ഡൈനാമിക്സ് മാറി മാത്രമല്ല, ഇങ്ങനെ സംഘടനാ വൈരം കൊണ്ട് നടക്കുന്നവരെ തള്ളിക്കളയുന്നു. സംഘടനാ വൈരം പറയുന്നവരെ അവർ ഉൾക്കൊള്ളുന്നില്ല. അത് ഒരു ഔട്ട്ഡേറ്റഡായ കാര്യമാണ്, ഒരു തേഞ്ഞ കാര്യമാണ്. അതുമായിട്ട് നടക്കല്ലേ എന്നുള്ളതാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മാസ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സംഘടനയെ നാട്ടക്കുറിയാക്കിയത് കൊണ്ട് മറ്റുള്ളവരുടെ പിന്തുണ കിട്ടാമെന്നുള്ളത് പഴയൊരു വളാഞ്ചേരി തിയറിയാണ്. പക്ഷേ ഗോവിന്ദ മാഷ് ആൻ്റണിക്ക് അത് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല.